ഇപ്പം മലയാളികളായ മുഴുവൻ ആൾക്കാരും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അവർ ലജ്ജിച്ച് തല താഴ്ത്തി പോകുന്ന ഒരു സംഭവമാണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ തല്ലിക്കൊന്ന അവസ്ഥ. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിക്കാരനാണ് എന്ന് തോന്നുമ്പോൾ അടിച്ചു കൊല്ലേണ്ടവനാണ് എന്ന് നമുക്ക് തോന്നുന്നത്? അത് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപരവിദ്വേഷം ഉണ്ടല്ലോ. ഒരു ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള, ഒരു മുസ്ലിം രാഷ്ട്രങ്ങളോടൊക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു വിദ്വേഷം വളരെ സൂക്ഷ്മമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ, അമ്പല കമ്മിറ്റികളുടെ പ്രചരണമാണെങ്കിലും ശരി, കുടുംബയോഗങ്ങളിലുള്ള പ്രചരണമാണെങ്കിലും ശരി, കുടുംബത്തിലേക്ക് വരുന്ന വീഡിയോ മെസ്സേജുകളുടെ ഈ വാട്സപ്പ് മെസ്സേജുകളും യൂട്യൂബ് മെസ്സേജുകളും തമ്മിലുള്ള അതിലൂടെയാണെങ്കിലും ശരി, ഒക്കെ ഈ ഒരു അപരവിദ്വേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലെ ആക്രമിക്കപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ കള്ളനാണെന്ന് വയ്ക്കാം. ഒരാൾ വേറൊരു രാജ്യത്തിൽ നിന്ന് പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ വന്ന ആളുകളോട് നമ്മളെന്താ പെരുമാറേണ്ടത്? അങ്ങനെ വന്ന ആളുകളെ പോലീസിൽ ഏൽപ്പിക്കുകയാണല്ലോ വേണ്ടത്. അവരെ ശരീരത്തിൽ ഒരു എല്ല് പോലും അതിൻ്റെ രൂപത്തിൽ ബാക്കിയില്ലാത്ത തരത്തിൽ അടിച്ച് ചതച്ച് കൊല്ലാൻ നമുക്ക് ആരാണ് അധികാരം തന്നത്? ഏത് നിയമവ്യവസ്ഥയാണ് നമുക്ക് അതിന് അധികാരം നൽകുന്നത്? അങ്ങനെ നമ്മൾ തെമ്മാടികളായിട്ട് കൊട്ടേഷൻ സംഘങ്ങളെക്കാൾ മോശമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇങ്ങനൊരു ക്രൂരത നടത്തണമെങ്കിൽ ആരെങ്കിലും അവരെ ഏൽപ്പിക്കണം, അവർക്ക് കാശും കൊടുക്കണം. ഇത് സ്വന്തം രസത്തിന് വേണ്ടിയിട്ട്, ആത്മരതിക്ക് വേണ്ടി, സ്വയം സന്തോഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഈ ധാർമ്മിക രോഷം എന്ന് പറയുന്നത് ഏറ്റവും നിസ്സഹായനായിരിക്കുന്ന, യാതൊരു തരത്തിലും ഒരു സംരക്ഷണവും ഇല്ലാത്ത, ഇപ്പോൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മധുവിനെ പോലെയുള്ള ഒരാളെ കണ്ടാൽ തല്ലിക്കൊല്ലാൻ തോന്നും. നമുക്ക് യഥാർത്ഥ കള്ളന്മാരെ കണ്ടാൽ നമുക്ക് തല്ലിക്കൊല്ലാൻ തോന്നില്ല. മലയാളിയുടെ മനസ്സിലുള്ളൊരു മാനസിക രോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിയമവ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള ഒരു പരിശ്രമമായിട്ടോ, ധാർമ്മിക മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ളൊരു പരിശ്രമമായിട്ടോ, ഇനി വേറെ രാജ്യത്തിൽ നിന്ന് എൻ്റെ രാജ്യത്തിലേക്ക് ആൾ വന്ന് എൻ്റെ രാജ്യമാകെ നശിച്ചു പോവല്ലോ എന്നുള്ളതിൻ്റെ ഒരു ദേശസ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിട്ടോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. മനസ്സിൻ്റെ വൈകൃതം, വൃത്തികേടുകൾ തന്നെയാണ്. ആ മനസ്സിൻ്റെ വൈകൃതം എപ്പോഴും നമ്മൾ പുറത്തെടുക്കപ്പോഴാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മേഖലയിലെത്തുമ്പോഴാണ്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് പലരും കള്ള് കുടിച്ച് തല്ലുണ്ടാക്കുന്ന, കള്ള് ഷാപ്പ് മുതൽക്ക് വീട് വരെ നാട്ടുകാർ മുഴുവനും തല്ലും. അവിടെ ഒന്നും ഇയാൾ എതിർത്ത് നിൽക്കില്ല ചിലപ്പോൾ. വന്നിട്ട് അയാൾ വന്ന് വീട്ടിൽ നിന്ന് ഭാര്യയെ തിരിച്ചു തല്ലും. ഇതേപോലുള്ളൊരു മാനസികാവസ്ഥയാണ് മലയാളികൾ ഇപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപമാനകരമാണ് എന്ന് മാത്രമേ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കൂ.